ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വമെടുക്കുമാറാകട്ടെ. ചില സമയങ്ങളിൽ നമ്മുടെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല, ചില വിഷയങ്ങൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല, എന്താ അത് ലേറ്റ് ആവണേ എന്നൊക്കെ കുറേ ചിന്തകൾ വന്ന സമയത്ത് ബൈബിളിൽ നിന്ന് എനിക്കൊരു ഭാഗം വലിയ രീതിയിൽ ബലപ്പെടുത്തി. ഈ ഒരു ഭാഗമാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പ്രധാനമായി കാണുന്നത് സക്രിയ പുരോഹിതൻ്റെ കാര്യങ്ങളാണ്. സക്രിയ പുരോഹിതനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തും വളരെയധികം കർത്താവിൽ വിശ്വസിക്കുകയും നീതിയിൽ ജീവിക്കുകയും കർത്താവിൽ മാത്രം ആശ്രയിച്ച് പോയിരുന്ന ഒരു ദമ്പതികളാണ്. അവരുടെ വലിയൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, അവർക്ക് മക്കളില്ലാത്തൊരു സാഹചര്യം, അത് അവർക്ക് ഭയങ്കര വേദനയും അതൊരു വലിയൊരു പ്രാർത്ഥനാ വിഷയവുമായിരുന്നു. എന്നാൽ കാലശേഷം ഒരു ധൂപാർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കൊരു മകൻ ഉണ്ടാകാൻ പോകുന്നു, ആ മകൻ്റെ പേര് യോഹന്നാൻ എന്നാണ്, ആ മകൻ്റെ സവിശേഷതകൾ, ആ മകൻ ആരാണ്, ഒരു പ്രത്യേകത എന്താണെന്ന് ദൈവികമായിട്ടുള്ള ഇടപെടലുകളൊക്കെ പല കാര്യവും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നിനക്ക് മകനുണ്ടാവും കാര്യമെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഒരു ഭാഷയിൽ ഇതൊക്കെ നടക്കുമോ എന്ന ഒരു ചിന്തയിൽ അദ്ദേഹം ചോദിച്ചു, എനിക്ക് ഇത്രയും വയസ്സായി, എൻ്റെ ഭാര്യയ്ക്കും ഇത്ര വയസ്സായി, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമോ എന്ന ഒരു സംശയകരമായ ഒരു സ്വരം മാത്രമാണ്. ആരെ പറയാന്നറിയോ? സക്രിയ പുരോഹിതൻ എന്ന് വെച്ചാൽ അത്രമാത്രം ദൈവവുമായി വിശ്വാസത്തിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വായിന്ന് വീണ ഈ ഒറ്റ വാക്കുകൊണ്ട് മാത്രം ആ ദൂതൻ പറയാൻ, ഞാൻ ആരാന്നറിയോ? ഞാൻ ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗബ്രിയേലാണ്. ആ ഒരു ദൂതനിലൂടെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ആ വലിയ സന്തോഷകരമായ നിമിഷം അദ്ദേഹത്തിനെ സൈലൻ്റാക്കി മാറ്റി, അദ്ദേഹത്തിനെ മൂകനാക്കി മാറ്റി, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ച് യോഹന്നാൻ എന്ന പേര് എന്ന് പറയുന്നത് വരെയും അദ്ദേഹത്തിന് സൈലൻ്റ് ആവേണ്ടി വന്നു, അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെടേണ്ടി വന്നു. ഇത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വിഷയങ്ങൾ ദൈവം അതിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് നടത്തുന്നേ. കാരണം അതിനകത്ത് പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോൾ ആ വിഷയവുമായി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് സ്നാപയോഹന്നാൻ്റെ വരവ് കർത്താവിന് മുന്നേ ഉള്ള യേശുവിന് വഴിയൊരുക്കാനാണ് വരുന്നത്. അതിനൊരു സ്വർഗീയ ടൈമുണ്ട്, പ്ലാനുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള പ്ലാനിങ്, അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും അതുവരെയാണ് അത് കാത്തു നിൽക്കേണ്ടി വന്നത്. ഇതുപോലെ നമ്മുടെ പല വിഷയങ്ങളും, പല പ്രാർത്ഥന വിഷയങ്ങളും ഒരു റൈറ്റ് ടൈമുണ്ട്. അതിൻ്റെ നേരത്ത് കർത്താവ് പൂർണ്ണമായും നടത്തുന്നേ. കാരണം പലപ്പോഴും നമ്മുടെ അവിശ്വാസം കൊണ്ട് നമ്മൾ ഇതുപോലെ മൂകനാവുന്ന സാഹചര്യം ഉണ്ടാവും. ആ ദൂതൻ അത്രയും വലിയ പവർഫുള്ളായിട്ടുള്ള ദൂതനും അതേപോലെ അത്രയും വിശ്വാസിയായ സക്രിയ പുരോഹിതനും അങ്ങനെ സംഭവിച്ചെങ്കിൽ നമുക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ആമേൻ.